അപ്പം നമ്മുടെ ഫൈനൽ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സാധനമാണ്, പക്ഷെ ഒട്ടുക്കത്തെ ടേസ്റ്റാണ് ഈ സാധനത്തിന്. അനക്ക് സൗന്ദര്യമില്ലെന്ന് ആരാ മുത്തേ പറഞ്ഞത്? നീ സൂപ്പറാ. എന്താ മാർക്കറ്റിൽ മാങ്ങ മേടിച്ചോ? ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴേ നല്ല പഴുത്ത മാങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് കുറച്ച് മാങ്ങ മേടിക്കാം. കട്ട് ചെയ്യുന്ന നല്ല പീസായിട്ടിരിക്കുന്നു. ടേസ്റ്റ് ചെയ്യുന്ന സത്യം പറച്ചേ ആന്നേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ലവൻ വന്ന് കഴിക്കാൻ തോന്നുന്നു. പറ എന്താ പരിപാടി? എന്താ പരിപാടി നോക്ക്, വന്ന് കഴിച്ച്. എന്താ ചെയ്യാനച്ചാ? ഇന്നൊരു എരിശ്ശേരി ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു എരിശ്ശേരിയാണ്. എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ കയ്യിലില്ല, പക്ഷെ ഉള്ളത് വെച്ച് നമുക്ക്. അപ്പം എരിശ്ശേരിയുടെ ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു ചട്ടി വയ്ക്കുക. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന പംകിന് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നു. കുറച്ച് ഇഞ്ചിയും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും, പക്ഷേ ഇഞ്ചി നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇഞ്ചി ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒന്ന് ബോയിലായി വരാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തുകൊണ്ട് അത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പം പംകിൻ എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു ഹാഫ് വേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം മത്തൻ ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട വൻപയറാണ്. അപ്പം വൻപയർ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പം നമ്മുടെ എൻ്റെ ടിന്നിനകത്തിരിക്കുന്ന ബീൻസ് കണ്ടായിരുന്നു. ഇത് ഓൾറെഡി ടൊമാറ്റോ സോസ് ഉള്ള ഇതായിരുന്നു. പിന്നെ അതന്നെ ആയതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡ്രൈനറിനകത്തിട്ട് വാഷ് ചെയ്തെടുത്തേക്കുന്ന പയറാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ടൈപ്സ് പയറാണ് വന്നേക്കുന്നത്. എന്തായാലും ആ ടൊമാറ്റോയുടെ ഫ്ലേവർ പോകാൻ വേണ്ടിയാണ് ഒന്ന് വാഷ് ചെയ്തെടുത്തേക്കുന്നത്. അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റ് മാറുക, നമുക്ക് ടേസ്റ്റ് ഇതൊരു ഫ്യൂഷൻ പോലെയാണ്. വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ടേസ്റ്റ് മാറത്തില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി, ഇതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം നല്ലപോലെ മിക്സായി വന്ന് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന കോക്കനട്ട് വിത്ത് വാട്ടർ, അതിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ പംകിൻ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് എരിശ്ശേരിയുടെ മേളിലോട്ട് ഒരു ടോപ്പിംഗ്, ഒരു വറുവലും കൂടി ഇടുകയാണ്. അതിനുവേണ്ടി കുറച്ച് എണ്ണ എടുക്കുക. എണ്ണ എടുത്തിട്ട് അതൊന്ന് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകിൻ്റെ കൂടെ തന്നെ അത് പൊട്ടുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇടുക. ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് കോക്കനട്ടും കൂടി. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. കോക്കനട്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് കൊറിയാണ്ടർ പൗഡറും കൂടി ഫൈനലായിട്ട് ആഡ് ചെയ്യുക. നമ്മുടെ ഫൈനലായിട്ടുള്ള എരിശ്ശേരിയിലേക്ക് ഇവിടെ എരിശ്ശേരി സെറ്റായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാര്യം നമ്മുടെ വൻപയർ ബോട്ടിലിൽ നിന്ന് എടുത്ത കാരണം. എങ്ങനെയുണ്ട്? അനക്ക് സൗന്ദര്യമില്ലെന്ന് ആരാ മുത്തേ പറഞ്ഞത്? നീ സൂപ്പറാ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാ. അപ്പം നമ്മുടെ ഫൈനൽ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സാധനമാണ്, പക്ഷെ ഒട്ടുക്കത്തെ ടേസ്റ്റാണ് ഈ സാധനത്തിന്. പറഞ്ഞാൽ നമ്മുടെ എരിശ്ശേരിയാണ്. ഓബിയസ്ലി ഒന്നും പറയാനില്ല. ടിന്നിൽ വന്ന കാരണം ടൊമാറ്റോയുടെ ഫ്ലേവർ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.